കുഞ്ഞാടാകുമെൻ്റെ പ്രിയൻ്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ ദേശം ഇതരയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. മേലിലേറുശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങിത്തൻ ശോഭയേറും വാതിലുകളെനിക്കായിട്ടുയർത്തുന്നു. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന. അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി കർത്താവേ. തന്ന സൗഖ്യവും സമാധാനവും ഓർത്ത് നന്ദി പറയട്ടെ. സുബോധത്തോടെ എഴുന്നേൽപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യട്ടെ. അപ്പൻ്റെ പാതാന്തിയെ കൂട്ടിവരുത്തിയതോർത്ത് സ്തോത്രം 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 കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കലാ നാഥ തന്നു സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാ. ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം, ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ മാറണം. സകലവിധ വരാമായിരിക്കുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതോണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, കർത്താവെ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം സന്തോഷത്തോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപിടിച്ച് ഏൽപ്പിച്ചു തരികയാണ്. എല്ലാം അവിടുത്തെ ദാനമാപ്പ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിയും സ്തോത്രം കരേറ്റുന്ന കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുന്നിടത്തെ വചനമാ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്നുവരെയും ഭൂമിയുടെ പരപ്പിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നിലനിർത്തി പരിപാലിച്ച് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെന്ന് പോറ്റിപ്പുലർത്തിയ ദൈവത്തിന് ഉള്ളം നിറഞ്ഞ് നന്ദി പറയുകയാണ്. ഞങ്ങളെക്കാൾ നല്ലവരെ, പ്രഗത്ഭരെ, ശ്രേഷ്ഠരെ, പ്രായം കുറഞ്ഞൊരു വിദ്യാസമ്പന്നരൊക്കെയും മൺമറഞ്ഞപ്പോൾ പിന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം സ്വർഗമാക്കി വെച്ചിരിക്കുന്നതോർത്ത് നന്ദി പറയുകയാണ്. ഇത് ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ നന്മയോ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല, അവിലിയേറെ സ്നേഹം ഒന്ന് മാത്രമാകിയാൽ അങ്ങയുടെ പാദാന്തിയെ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ഇരുന്ന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവരെ അനുഗ്രഹിക്കുക, സഹായിക്കുക, സൂക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവെ, അവധിക്കാലമൊക്കെ കഴിയാറായി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളുകളൊക്കെ തുറക്കുന്നു. സ്വർഗവരോട് കൂടെ പോകണം. ആരംഭം മുതൽ കർത്താവ് കൂടെ ഇരുന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാനും വളരുവാനും അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല റിസൾട്ട് തന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. നല്ല അഡ്മിഷന് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് സഹായിക്കണമേ, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, കർത്താവെ, എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്നവർ, BSc നഴ്സിങ്ങിന് പഠിക്കുന്നവരൊക്കെ ഉണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവെ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, ദൈവമായ കർത്താവെ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, അങ്ങനെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയും ചോദിച്ച ഓരോ മക്കളുടെ മേലും അവിടുത്തെ കൃപയും കരുണയും സ്നേഹവും സാന്നിധ്യവും കൊണ്ട് അവരെ പൊതിയുമാറാകണം. നല്ല ഭാവിയിൽ അവർ എത്തിച്ചേരണം. ദൈവത്തെ മാനിച്ച് സ്നേഹിച്ചും ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി കാണപ്പെടാൻ സഹായിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടിയിരിക്കണം. മുൻപും പിൻപും ഇടവും വരെ ദൂതനെ നിർത്തിക്കൊള്ളുമാറാകണം.
ആപത്തനത്തിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ വെടിവെക്കുമാറാകണം. വരുതാത്തതിൽ നിന്നും അകപ്പെട്ടുവാൻ സമ്മതിക്കൽ കർത്താവരെ കരുണയോടെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിച്ചാട്ടപ്പ, നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ കാത്തോണേ, സമാധാനത്തിലും ദൈവകൃപയിലും ജീവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ അനുഗ്രഹിക്കണമേ. കൃപയിലും സമാധാനത്തിലും വളരണം. ബാലപിടിയിൽ നിന്നെല്ലാം വിടുവിക്കണം. കർത്താവിനെ അറിഞ്ഞ് വളരുവാൻ സഹായിക്കണം. ദൈവമായ കർത്താവെ, ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവർക്ക് വേണ്ടി അത്ഭുതം ചെയ്താട്ട്, വഴിവാതിൽ തുറന്നാട്ടപ്പാ. ദൈവമേ, ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ. ഭവനം പണിയുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അത് പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ സഹായിക്കണമേ. തടസ്സം മുടക്കമൊക്കെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ, വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർ, വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗ്ഗം അവരെ കരുതണമേ, സഹായിക്കണേ, അത്ഭുതം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണം. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ 2024 സ്വർഗ്ഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടയാതന മഹാലിൽ കർത്താവ് കേൾക്കണമേ. തലമുറകളെ നൽകി മാനിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലിൽ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. വസന്തിയോളം കൂടെയിരിക്കണമേ. സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറ കൊടുത്ത് സഹായിക്കണമേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മനസ്സാന്തരം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചേ മതിയാകൂ. കടഭാരമുള്ള മക്കളുണ്ട്. കർത്താവേ, സ്വർഗ്ഗം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. വലിയവ ചെയ്യണമേ, അത്ഭുതം ചെയ്യണമേ. മുഖത്തുമേറി സാക്ഷ്യത്തിനായി ഒരുക്കണമേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, പല നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും മേലും അറുതി വരുത്തി തൻ്റെ മക്കൾ സമാധാനത്തോടെ ദൈവകൃപയോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ ഉപജീവന മാർഗവും സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ ബിസിനസ് കർത്താവിൻ്റെ സാന്നിധ്യം വേണം. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കളെയും കാത്തുകൊള്ളുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടത് കരുതി ഒരുക്കി കൊടുക്കുമാറാകണം. എൻ്റെ സ്വർഗം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനാഥരെ വിധവകളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗം സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവെ, പൊന്നുകരം ചാർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഹാലേലി ദൂരത്തും ചാരത്തുമായിരിക്കുന്ന നിങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാ. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും കൺമണി പോലെ സൂക്ഷിക്കണം. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ സൂക്ഷിക്കുമാറാകണം. ആപത്തനത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. പകർച്ചബാധയിൽ നിന്നൊക്കെ വിടുവിക്കുമാറാകണം. എൻ്റെ കർത്താവ് വേണമെന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ച് സമാധാനത്തിൽ കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ തളർവാദ രോഗികളെ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവർ കർത്താവെ ഏൽപ്പിച്ചു തരുന്നു. തൈറോയ്ഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, കർത്താവെ മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ദൈവമായ കർത്താവ് ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, ഹാലേലി കർത്താവ് ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവർ, അങ്ങനെ ഞങ്ങൾ ഹാലേലി എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, എൻ്റെ കർത്താവേ നിൻ്റെ പൊന്നുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരെ ഏൽപ്പിക്കുന്നു. എല്ലാറ്റിനും മരുന്ന് എൻ്റെ അപ്പന, എല്ലാത്തിനും ഹാലേലിയ മരുന്ന് എൻ്റെ കാൽവറി ക്രൂസിലെ അപ്പൻ്റെ രക്തമാ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, നിൻ്റെ കാൽവറി ക്രൂസിലെ രക്തത്താൽ ഓരോ മക്കളെയും കഴുകി ശുദ്ധീകരിച്ച് സകല രോഗാണുവിനെയും നിർജീവമാക്കി ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ നടത്തേണ്ടതിനായി പൊന്നുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവയെ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകയാൽ ഹൃദയ തകർച്ചയോടെ, വേദനയോടെ ഹാലേലിയ കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കരം വയ്ക്കണമേ. ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ. സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, സമയം സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ദേവാലയങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, നിൻ്റെ സമാധാനവും വിടുതലും എല്ലാ ദേശങ്ങളിൽ മേൽ അയക്കണമേ. ഞങ്ങളുടെ രാജ്യത്തോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കണേപ്പാ. ഗൾഫ് നാടുകളെ അനുഗ്രഹിക്കണമേ. അമേരിക്കൻ ഐക്യനാടിനെ അനുഗ്രഹിക്കണമേ. ഏഷ്യ ഭൂഖണ്ഡത്തെ അനുഗ്രഹിക്കണമേ അപ്പാ. ലോകത്തിലെ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ മേലും എൻ്റെ അപ്പൻ്റെ
അനുഗ്രഹം പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. അതികഠിനമായ ചൂടിൽ കൂടിയൊക്കെ കഴിഞ്ഞ് അടിയങ്ങൾ കടന്നുപോയി. കർത്താവ് ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, എൻ്റെ സ്വർഗമേ, നന്ദി പറയുക. എത്ര സ്തുതിച്ചാലും മതി വരില്ലപ്പാ. ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയം തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാലും സഹിക്കവയ്യാത്തൊന്നും ഞങ്ങൾക്ക് നൽകി തരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാ ജീവിതങ്ങൾക്കും അനുഗ്രഹവും വിടുതലുമായി തീരട്ടപ്പാ. ഇത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ട് കർത്താവേ. ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ അല്ലപ്പാ. എൻ്റെ യേശുവിൻ്റെ നാമം വളരണം, എൻ്റെ യേശുവിൻ്റെ നാമം ഉയരണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ഇത് ഉയരണം, ഇത് ഉയരണം, ഇത് വളരണം അപ്പാ. അനേകരങ്ങ് തിരിച്ചറിയട്ടെ, അങ്ങേരെ ആ കർത്താവിനെ അനേകർ രുചിച്ചറിയട്ടപ്പാ. അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണം. മാനവമഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.